വില്യാപ്പള്ളിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ കാവിൽ നിർവഹിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കെട്ടിപ്പാടി നടക്കുന്നവരെ നിങ്ങൾക്കെതിരെയാണ് ഈ സമരം. ഇതെന്ത് വരണം? നാറിയ വരണം. രാജിവെച്ച് പോ പുറത്ത്. വില്യാപ്പള്ളിയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പരിപാടി DCC ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ കാവിൽ ഉദ്ഘാടനം ചെയ്തു. വില്യാപ്പള്ളി ടൗണിലെ ഗുരുതരമായ മാലിന്യ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വില്യാപ്പള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള അനധികൃത നിർമ്മാണം നടത്തിയവർക്കെതിരെയും കക്കൂസ് മാലിന്യങ്ങൾ പൊതു ഓവുചാലുകളിൽ ഒഴുക്കിയവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ശുദ്ധ തമ്മാടിത്തം നടക്കുമ്പോൾ ആ തമ്മാടിത്തത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, ഉറക്കം നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളായി വില്യാപ്പള്ളി പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഡ്രെയിനേജ് പരിശോധിച്ചപ്പോഴാണ് ഇവിടുത്തെ പല ബിൽഡിങ്ങുകളിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഈ ഓടയിലേക്ക് ഡംപ് ചെയ്യുന്ന, പൈപ്പുകൾ വെച്ച് ഡംപ് ചെയ്യുന്ന കാഴ്ച ഈ പ്രദേശത്തെ ജനങ്ങൾ കയ്യോടെ പിടികൂടിയത്. ഇതിനു മുമ്പും പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ടായപ്പോഴൊക്കെ ശക്തമായ നടപടിയെടുക്കാൻ ഈ പഞ്ചായത്തിലെ ഭരണക്കാർ മടിച്ചു നിന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, മാസങ്ങൾക്ക് മുമ്പ് വില്യാപ്പള്ളി ടൗണിലെ ഒരു കച്ചവട സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കിയപ്പോൾ ആ ഹോട്ടൽ അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇവിടെയുള്ള അന്നത്തെ UDF-ൻ്റെ മെമ്പർമാരോട് പോലും ഇവിടുത്തെ ഭരണക്കാർ പറഞ്ഞത് അതിശക്തമായ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഹോട്ടൽ പൂട്ടിയിടാനും അതുപോലെ തന്നെ ഈ നിയമലംഘനത്തിന് 25,000 രൂപ പിഴ ഈടാക്കിയെന്നാണ് ഇവിടുത്തെ UDF-ൻ്റെ മെമ്പർമാരോട് പോലും ഇവിടുത്തെ അന്നത്തെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ പറഞ്ഞത്. പക്ഷേ അത് അവരുടെ സ്വന്തക്കാർ ആയതുകൊണ്ട് തന്നെ, ആ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളുടെ സ്വന്തക്കാർ ആയതുകൊണ്ട് തന്നെ തുച്ഛമായ പിഴസംഖ്യ വാങ്ങിക്കൊണ്ടാണ് അവർക്ക് ഹോട്ടൽ തുറക്കാനുള്ള അനുമതി ഈ പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നത്. വാണിജ്യാവശ്യങ്ങൾ പ്രകാരം പെർമിഷൻ വാങ്ങിയ കെട്ടിടങ്ങളിൽ അനധികൃതമായി വാടകക്കാരെ താമസിപ്പിക്കൽ, പെർമിഷൻ എടുത്ത ശേഷം നിയമം തെറ്റിച്ചുകൊണ്ട് കെട്ടിടമുറികളിൽ മാറ്റം വരുത്തൽ എന്നിവ നടത്തിയവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വില്യാപ്പള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CP ബിജുപ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ T ഭാസ്കരൻ, MP വിദ്യാധരൻ, NB പ്രകാശ് കുമാർ, N ശങ്കരൻ, V മുരളീധരൻ, പാറേമ്മൽ ബാബു, ഹരിദാസ് VP, പടിയുള്ളതിൽ സുരേഷ്, VK ബാലൻ, അനിൽകുമാർ കൊളത്തൂർ, PP രാജീവ്, അപർണ K എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.